നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ആലപ്പുഴ അമ്പലപ്പുഴയിലെ ദൃശ്യം മോഡൽ കൊലക്കേസാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. കരുനാഗപ്പള്ളിയിൽ നിന്ന് കാണാതായ സ്ത്രീയെ അമ്പലപ്പുഴയിൽ കൊന്നു കുഴിച്ചിട്ടു. കരുനാഗപ്പള്ളി സ്വദേശിനി വിജയലക്ഷ്മിയാണ് കൊല്ലപ്പെട്ടത്. ആലപ്പുഴ കരൂരിലെ പ്രതിയുടെ വീട്ടുവളപ്പിൽ നിന്ന് മൃതദേഹം കണ്ടെത്തി. പ്ലെയർ ഉപയോഗിച്ച് തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നാണ് ആൺസുഹൃത്ത് ജയചന്ദ്രന്റെ മൊഴി. കഴിഞ്ഞ 13-ന് സഹോദരിയുടെ പരാതിയിൽ പോലീസ് മിസ്സിംഗ് കേസെടുത്തിരുന്നു. വിശദാംശങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഏറെ ഞെട്ടലുളവാക്കുന്ന വാർത്തയാണ് രാവിലെ ഈ അമ്പലപ്പുഴയിൽ നിന്ന് കേട്ടത്. അതായത് ഈ ആലപ്പുഴ ജില്ലയിൽ തന്നെ ഈ സമീപകാലത്ത് ഇതുപോലുള്ള സംഭവങ്ങൾ ഇപ്പോൾ അടിക്കടിയായി ഉണ്ടാകുന്നുണ്ട്. അതായത് യുവതികളെ, സ്ത്രീകളെ കൊന്നു കുഴിച്ചു മൂടി പിന്നീട് നാളുകൾക്ക് ശേഷമാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. എങ്ങനെയാണ് ഈ വിജയലക്ഷ്മിയുടെ ഈ കൊലക്കേസിന്റെ ചുരുളഴിഞ്ഞത്? ടോം, തീർച്ചയായിട്ടും ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം 6ാമത്തെ കൊലപാതകമാണ് ഇത്തരത്തിൽ. അതായത് ഒരാളെ കൊന്ന് കുഴിച്ചു മൂടുക അല്ലെങ്കിൽ കൊലപ്പെടുത്തി കുഴിച്ചു മൂടുക, ആ രീതിയിൽ സമാനമായ രീതിയിലുള്ള 6ാമത്തെ കേസാണ് ആലപ്പുഴയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏറ്റവും ഒടുവിലായി അമ്പലപ്പുഴ കരൂരിലാണ് ദാരുണമായ ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അമ്പലപ്പുഴ കരൂർ കരുനാഗപ്പള്ളി സ്വദേശിനിയായ വിജയലക്ഷ്മി എന്ന സ്ത്രീയാണ് അമ്പലപ്പുഴ കരൂരിലെ വീട്ടിലെത്തിച്ച് അവരുടെ ആൺ സുഹൃത്തായ ജയചന്ദ്രൻ എന്നയാൾ കൊലപ്പെടുത്തിയത്. അവർ കഴിഞ്ഞ 7-ാം തീയതിയാണ് ഈ കൊലപാതകം നടന്നതെന്നാണ് പോലീസ് കരുതുന്നത്. ഒപ്പം തന്നെ അങ്ങനെയാണ് പ്രതിയുടെ കുറ്റസമ്മത മൊഴിയിലുമുള്ളത്. ഈ വിജയലക്ഷ്മി കരുനാഗപ്പള്ളി സ്വദേശിനിയാണ്. ഇവർ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയാണ്. അവിടെ മത്സ്യബന്ധനത്തിനായി എത്തുന്ന ആളുകൾക്ക് പണം പലിശയ്ക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. ഇവരെ കാണാനില്ല എന്നുള്ള വിവരം കരുനാഗപ്പള്ളി പോലീസിന് ആദ്യമായി കൈമാറുന്നത് വിജയലക്ഷ്മിയുടെ സഹോദരിയാണ്. കഴിഞ്ഞ 13-ന് അവർ അങ്ങനെ ഒരു പരാതി നൽകുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. അതായത് ഒരു മിസ്സിംഗ് കേസായി വന്ന കേസ്, നമ്മൾ സുഭദ്ര കേസിന് സമാനമായ രീതിയിൽ തന്നെ ഒരു മിസ്സിംഗ് കേസായി ആദ്യം കരുനാഗപ്പള്ളിയിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. പിന്നീട് അത് കൊലപാതകമായി മാറുകയും ചെയ്യുന്നു. അമ്പലപ്പുഴയിൽ വെച്ചാണ് കൃത്യം നടന്നിട്ടുള്ളത്. അമ്പലപ്പുഴ സ്റ്റേഷൻ പരിധിയിലാണ് ഇത്തരത്തിൽ ഈ കൊലപാതകം നടക്കുകയും മൃതദേഹം മറവ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ഈ സ്ഥലത്താണ് ഈ മൃതദേഹം കൊണ്ടുവന്ന് അയാൾ മറവ് ചെയ്തിരുന്നത്. അതായത് ഈ മതിലിനോട് ചേർന്ന വളരെ ചെറിയൊരു കുഴി, ഒരടി പോലും താഴ്ചയില്ലാത്ത വളരെ ചെറിയ ഒരു കുഴിയിലാണ് ഈ മൃതദേഹം മറവ് ചെയ്തിരുന്നത്. മൃതദേഹം മറവ് ചെയ്തതിനു ശേഷം പിന്നീട് മൃതദേഹത്തിന്റെ കാൽഭാഗം ഉയർന്നു വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ട ഇയാൾ പിന്നീട് എംസാൻഡ് അടക്കമുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ മൂടുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം, അതായത് ഈ മൃതദേഹം മൂടപ്പെട്ടതിനു ശേഷം പിറ്റേ ദിവസം ഇവരുടെ ഈ കാണുന്ന കോമ്പൗണ്ടിൽ ഒരു കല്ലിടൽ കർമ്മം നടന്നിരുന്നു. ഒരു വീട് വെച്ച് നൽകുന്നതിന് വേണ്ടിയുള്ള ചടങ്ങൊക്കെ ഇവിടെ നടന്നിരുന്നു. അതൊന്നും ഈ വീട്ടിലുള്ള ആളുകൾ അറിയാതെയാണ് ഇത്തരത്തിൽ മൃതദേഹം ഇവിടെ കിടക്കുമ്പോഴാണ് ഈ ചടങ്ങുകളൊക്കെ നടന്നിരുന്നത് എന്നുള്ളതാണ്. ഈ കൊലപാതകത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇവരുടെയൊക്കെ തന്നെ മറ്റ് ബന്ധങ്ങളാണ്. അതായത് ഈ കൊലപാതകം നടത്തിയ ജയചന്ദ്രന് ഭാര്യയും കുട്ടിയുമുള്ള ആളാണ്. ഒപ്പം തന്നെ കൊല്ലപ്പെട്ട വിജയലക്ഷ്മിയും ജയചന്ദ്രനും തമ്മിൽ വർഷങ്ങളായി അടുപ്പമുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പണമിടപാടുകൾ ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇയാളെ കാണാനായി, അതായത് ജയചന്ദ്രനെ കാണാനായി കരൂരിലെ വീട്ടിലേക്ക് ഇവർ എത്താറുണ്ടായിരുന്നു എന്നുള്ള വിവരവും നമുക്ക് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. ദൃശ്യങ്ങൾ കാണുന്നത് ആ മൃതദേഹം കവർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിന് തൊട്ടടുത്തായി നമ്മൾ കാണുന്നതാണ് ആ കുഴിയെന്ന് പോലും പറയാൻ കഴിയാത്ത രീതിയിൽ മതിലിനോട് ചേർന്ന ആണ്, ഒരടി പോലും താഴ്ചയില്ലാത്തൊരു ഭാഗത്താണ് ഈ മൃതദേഹം മറവ് ചെയ്തിരുന്നത് എന്നുള്ളതാണ്. 10:30 പ്രതിയുമായി പോലീസ് സ്ഥലത്തെത്തി. കൊല്ലം, ഒപ്പം തന്നെ അമ്പലപ്പുഴ പോലീസ്, കരുനാഗപ്പള്ളി പോലീസും അമ്പലപ്പുഴ നിന്നുള്ള അന്വേഷണ സംഘവും ചേർന്നാണ് മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത്. ആദ്യം കൊല്ലം CI ബിജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ കേസ് അന്വേഷിക്കുന്നു. കൊലപാതകമാണ് എന്ന പ്രതിയിൽ നിന്ന് മൊഴി ലഭിക്കുന്നു, കുറ്റസമ്മത മൊഴി ലഭിക്കുന്നു. തുടർന്ന് അമ്പലപ്പുഴ പോലീസിന് വിവരം കൈമാറുകയായിരുന്നു. അമ്പലപ്പുഴ പോലീസിന്റെ നേതൃത്വത്തിലെത്തി ഈ പരിസരത്ത് മണ്ണടക്കം പരിശോധിച്ചു. മറ്റൊരു സ്ഥലത്ത്, അതായത് ഒരു സ്ഥലത്ത് മൃതദേഹത്തിന്റെ ഉണ്ടായിരുന്ന വസ്ത്രങ്ങൾ കത്തിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. അതിനുശേഷമാണ് പ്രതി മൊഴി നൽകിയത്. വസ്ത്രങ്ങളൊക്കെ നീക്കം ചെയ്ത ശേഷം അവരെ ഇവിടെ കൊണ്ടുവന്ന്
മറവ് ചെയ്തു എന്നുള്ള വിവരം പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുള്ളത്. തുടർന്നാണ് ഇന്നലെയും അന്വേഷണ സംഘം എത്തി പരിശോധന നടത്തിയിരുന്നു. അതായത് മൃതദേഹമുണ്ട് എന്നുള്ള ഉറപ്പിച്ചതിന് ശേഷമായിരുന്നു പിന്നീട് ഇവിടേക്ക് ഇപ്പോൾ തഹസിൽദാറുടെയൊക്കെ സാന്നിധ്യത്തിൽ മൃതദേഹം കുഴിച്ചെടുത്തത്. 10:30 പ്രതിയെ ഈ സ്ഥലത്തേക്ക് എത്തിച്ചു. യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ അയാൾ പോലീസിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതായത് ഈ ജയചന്ദ്രനും ഒപ്പം വിജയലക്ഷ്മിയും തമ്മിൽ അടുപ്പമുണ്ട്. ഇവർ കഴിഞ്ഞ ദിവസം ജയചന്ദ്രന്റെ വീട്ടിലേക്ക് വിജയലക്ഷ്മി എത്തുകയും ചെയ്തിരുന്നു. ആ താമസത്തിനായി എത്തുന്ന ഘട്ടത്തിൽ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പോകാമെന്നൊക്കെ പറഞ്ഞാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത്. അതിനുശേഷം ഈ വീട്ടിൽ താമസിച്ച ശേഷം ഈ വിജയലക്ഷ്മിയുടെ ഫോണിലേക്ക് മറ്റൊരാളുടെ ഫോൺ വരുന്നു, മറ്റൊരാൺ സുഹൃത്തിന്റെ കോൾ വരുന്നു. അതിനെ തുടർന്ന് ഉണ്ടായ തർക്കമാണ്, പ്രകോപനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉള്ളത്. അതായത് അത്തരത്തിൽ വിളിച്ചത് അങ്ങനെ നടന്നൊരു കൊലപാതകമായിട്ടാണോ ഇതിനെ കാണേണ്ടത്, വിജയലക്ഷ്മിയുടെ കൊലപാതകത്തെ കാണേണ്ടത്? കാരണം ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ, മറ്റൊരു ബന്ധം വിജയലക്ഷ്മിക്ക് ഉണ്ട് എന്നൊരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ജയചന്ദ്രൻ കൊലപ്പെടുത്തി. അതിനപ്പുറം ഒരു ആസൂത്രിതമായ കൊലപാതകം, അങ്ങനെ മുൻകൂട്ടി തയ്യാറാക്കിയ കൊലപാതകം അങ്ങനെയല്ല എന്ന് തന്നെ പോലീസ് ഉറപ്പിക്കുന്നുണ്ടോ? ഏറ്റവും ആസൂത്രിതമായ കൊലപാതകം എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിട്ടില്ല. മറിച്ച് ആ സമയത്തുണ്ടായ അയാൾ നൽകിയ കുറ്റസമ്മത മൊഴി പ്രകാരം ഈ പറഞ്ഞ ആ സമയത്തുണ്ടായ ഒരു പ്രകോപനത്തിന്റെ അടിസ്ഥാനത്തിൽ കൊലപ്പെടുത്തി, പ്ലെയർ ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ്. വീടിനകത്ത്, അജയേന്ദ്രന്റെ വീടിനകത്തു നിന്നും രക്തവും ഒക്കെ കണ്ടെത്താനായി അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ ആ സമയത്തുണ്ടായ പ്രകോപനമാണോ അതോ മറിച്ച് ഇവരെ കൊലപ്പെടുത്താനായി തീരുമാനിച്ചിരുന്നു എന്നൊക്കെ ഇനിയും അന്വേഷണത്തിന്റെ മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ മാത്രമേ പോലീസ് സ്ഥിരീകരിക്കാനായി കഴിയൂ. മൃതദേഹം അവിടെ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരാനായി മറ്റൊരാളുടെയെങ്കിലും സഹായം ലഭ്യമായിട്ടുണ്ടോ? കാരണം ഒരു വീടിന് ഇപ്പുറത്തേക്ക് മറ്റൊരു കോമ്പൗണ്ടിൽ കൊണ്ടുവന്നാണ് മൃതദേഹം മറവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള സഹായങ്ങൾ ലഭ്യമായിട്ടുണ്ടോ എന്നൊക്കെ ഇനി അന്വേഷണ സംഘം കണ്ടെത്തേണ്ടതായുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു മിസ്സിംഗ് കേസായി 13-ാം തീയതി സുഭദ്ര കേസിന് സമാനമായ രീതിയിൽ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തൊരു കേസ് വളരെ പെട്ടെന്ന് തന്നെ അതൊരു കൊലപാതകമാണ് എന്ന് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു മികവാർന്ന അന്വേഷണ മികവ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അവർ വളരെ വേഗത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഫൈൻഡിങ്സിലേക്ക്, കൺക്ലൂഷനിലേക്ക് എത്തുകയും ആദ്യ പടി എന്നുള്ള രീതിയിൽ മൃതദേഹം കണ്ടെത്താൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ അന്വേഷണ മികവ് പ്രത്യേകിച്ചും എടുത്തു പറയണം. ഈ സമീപകാലത്താണ് പതിറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന കൊലപാതക കേസുകളുടെ പോലും ചുരുളഴിഞ്ഞത്. അങ്ങനെ ഈ സമീപകാലത്ത് നിരവധി കൊലക്കേസുകൾ ആലപ്പുഴ പോലീസ് തെളിയിക്കുകയും ചെയ്തു. ഈ കേസിൽ, ഈ വിജയലക്ഷ്മിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ പോലീസിനെ സംബന്ധിച്ച് പല വെല്ലുവിളികളുണ്ടായിരുന്നു. ഒരു തിരോധാന കേസ്, വിജയലക്ഷ്മിയുടെ തിരോധാന കേസാണ് അത് കൊലപാതകമെന്ന് തെളിയിക്കാൻ കഴിഞ്ഞത്. എങ്ങനെയാണ് ജയചന്ദ്രനാണ് കൊലയാളി എന്ന് പോലീസിന് തിരിച്ചറിയാൻ കഴിഞ്ഞത്? അത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും സൂചനകൾ പോലീസിന് ഈ വിജയലക്ഷ്മിയുടെ ബന്ധുക്കളിൽ നിന്നോ മറ്റോ നേരത്തെ ലഭ്യമായിരുന്നോ? ഇതിൽ വളരെയധികം ട്വിസ്റ്റുകളുള്ള ഒരു കേസാണ്. കാരണം ഒന്നാമത്തെ ഇവരെ മിസ്സിംഗ് ആവുന്നത് 6-ാം തീയതിയാണ്. അതിനുശേഷം 13-ാം തീയതി മാത്രമാണ് പോലീസിന് പരാതി ലഭിക്കുന്നത്. അതായത് അത്രയും ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു ക്രൈം നടന്ന അത്രയും ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് പോലീസിന് ഇവർ മിസ്സിംഗ് ആണ് എന്നുള്ള ഒരു പരാതി പോലും ലഭിക്കുന്നത്. പക്ഷേ വളരെ വേഗത്തിൽ തന്നെ ഈ മിസ്സിംഗ് കേസിൽ നിന്ന് വെറും ഒരു തിരോധാന കേസായി രജിസ്റ്റർ ചെയ്ത കേസിൽ നിന്നും ഒരു കൊലപാതകത്തിലേക്ക് എത്താനായി അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു. അത് തുടക്കം അത്തരത്തിൽ ആ ഒരു അന്വേഷണ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയത് കരുനാഗപ്പള്ളി പോലീസാണ്. അവർക്ക് ഇങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിഞ്ഞു, ഇവർ കൊല്ലപ്പെട്ടു എന്നുള്ള നിഗമനത്തിലേക്ക് എത്താൻ കഴിയുകയും പ്രതി ഇന്ന ആളാണ് എന്നുള്ളത് അമ്പലപ്പുഴ പോലീസിന് വിവരം കൈമാറാനും കഴിഞ്ഞിട്ടുണ്ട്. തുടർന്ന് അമ്പലപ്പുഴ പോലീസ് അവരെ ചോദ്യം ചെയ്തു. അങ്ങനെയാണ് കൂടുതൽ വ്യക്തതയിലേക്ക് കാര്യങ്ങൾ എത്തുകയും രണ്ട് സംഘങ്ങളും കൃത്യമായി ആ രീതിയിൽ കൃത്യമായ അവരുടെ നിഗമനങ്ങൾ കൃത്യമായിരുന്നു എന്നുള്ളതാണ്. ആ രീതിയിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോയി. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്തരവാദിത്തം അത് ഭംഗിയായി നിർവഹിച്ചു എന്ന് തന്നെ ഈ കേസുകൾ മാത്രമല്ല ആലപ്പുഴയിൽ കഴിഞ്ഞ കാലയളവിൽ റിപ്പോർട്ട് ചെയ്ത കേസുകളിലെല്ലാം തന്നെ സമാനമായ രീതിയിൽ അത്തരമൊരു അന്വേഷണ മികവ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടായിരുന്നു. സുഭദ്ര കേസാണെങ്കിലും നമുക്കറിയാം വളരെ പെട്ടെന്ന് തന്നെ പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞു. ഇവിടെ പ്രതിയെ നേരത്തെ തന്നെ പോലീസിന് കിട്ടി എന്നുള്ളതാണ്. ഇതിൽ ആസൂത്രിതമായി തെളിവ് നശിപ്പിക്കുന്നതിനടക്കമുള്ള കാര്യങ്ങൾ പ്രതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. വെറുതെ ഒന്ന് കൊലപ്പെടുത്തിക്കൊണ്ട് കുഴിച്ചുമൂടുകയല്ല, മറിച്ച് അവരുടെ മൊബൈൽ ഫോൺ എറണാകുളത്തേക്ക് എത്തിക്കുക, KSRTC ബസ്സിൽ എറണാകുളത്തേക്ക്
അടുത്തേക്ക് മൊബൈൽ ഫോൺ എത്തിക്കുക, അതായത് അവർ എറണാകുളത്ത് നിന്നാണ് അവര് മിസ്സിംഗ് ആകുന്നത് എന്നുള്ളൊരു അന്വേഷണത്തെ വഴിതിരിച്ചു വിടാൻ കഴിയുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടെ നിന്ന് അയാൾ പുറപ്പെടുന്ന സമയത്ത് അയാളുടെ ഫോൺ വീട്ടിൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് അമ്പലപ്പുഴയിലാണ് എന്ന് സ്ഥിരീകരിക്കുന്ന രീതിയിൽ ഫോൺ അവിടെ വെച്ചതിന് ശേഷമാണ് വിജയലക്ഷ്മിയുടെ ഫോണുമായി സഞ്ചരിക്കുകയും KSRTC ബസ്സിൽ ഉപേക്ഷിക്കുകയും ചെയ്തത്. ഈ ഫോൺ എറണാകുളം പോലീസിന് ലഭ്യമാകുന്നുണ്ട്. പക്ഷേ ഈ ഫോണിലേക്ക് ഉടമ വിളിക്കുന്നില്ല. അവിടെ തന്നെ സംശയാസ്പദമായ പല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. ആദ്യം ഈ ഫോണാണ് അന്വേഷണ സംഘത്തിന് കിട്ടുന്നത്. അതിനുശേഷമാണ് ഈ പരാതി പോലും ആളുകളിലേക്ക് അല്ലെങ്കിൽ കരുനാഗപ്പള്ളി പോലീസിലേക്ക് എത്തുകയും ചെയ്തു എന്നുള്ളതാണ്. CCTV ദൃശ്യങ്ങളടക്കം കണ്ടെത്തുക വളരെ ദുഷ്കരമായിരുന്നു. കാരണം കൃത്യം നടന്ന ആഴ്ചകൾ പിന്നിട്ട ശേഷമുള്ള ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന് വളരെയധികം വെല്ലുവിളിയുള്ള ഒരു കേസുമായിരുന്നു. പക്ഷേ അവരുടെ ഒരു ഫൈൻഡിങ്സ് കൃത്യമായിരുന്നു എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് തന്നെ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ മൃതദേഹം കണ്ടെത്താനായി കഴിഞ്ഞു. ഈ അന്വേഷണത്തിന്റെ ഒന്നാം ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം കടന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് എടുക്കുകയാണ്. എന്തായാലും ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇനി കണ്ടെത്തേണ്ടത് ഇതിനകത്ത് മറ്റാളുകളുടെ സഹായം ഇയാൾക്ക് ലഭ്യമായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതായുള്ളത്. മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റുകയാണ്. ഇൻക്വസ്റ്റ് ഏകദേശം ഒരു 2 മണിക്കൂറോളം പ്രൊസീജിയറായിരുന്നു. പോലീസിന് അത്തരമൊരു സംശയമുണ്ടോ ഈ കൊലപാതകത്തിനോ അതല്ലെങ്കിൽ ഈ മൃതദേഹം കുഴിച്ചിടുന്നതിനോ ഈ പ്രതിക്ക് ആരുടെയെങ്കിലും സഹായം ലഭിച്ചിരുന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയം പോലീസിനുണ്ടോ? കാരണം ഈ പ്രതി തനിച്ച് ഈ മൃതദേഹം അവിടെ എത്തിക്കുക, കുഴിച്ചു മൂടുക, അത്തരം സാധ്യതകളല്ലേ നമുക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? അധികം ഈ തെളിവ് നശിപ്പിക്കുന്ന രീതിയിൽ മൊബൈൽ ഫോൺ അടക്കം മറ്റൊരു ഇടത്തേക്ക് എത്തിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമോ എന്നുള്ള സംശയം. പക്ഷേ ആ സംശയം പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ അയാൾ ഒരു മറുപടി സിനിമ കണ്ടിട്ടുണ്ട്, ആ സിനിമയിലെ കാര്യങ്ങളൊക്കെ തന്നെ പ്രചോദനമായിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഇയാള് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റൊരു സഹായം, അതായത് ഈ മൃതദേഹം ഇവിടേക്ക് കൊണ്ടുവരുന്നതിനടക്കമുള്ള മറ്റൊരു സഹായം ലഭ്യമായിട്ടുണ്ടോ എന്നത് അടക്കം ഈ പോലീസ് സംശയിക്കുന്നുണ്ട്. പ്രാഥമികമായി പോലീസിന് മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി മൃതദേഹം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മൃതദേഹം കണ്ടെത്തുക. ആ കണ്ടെത്തലിലേക്ക് അവർ എത്തിയിരിക്കുന്നു. ഇനി അന്വേഷണ സംഘം തുടർ ദിവസങ്ങൾ മറ്റ് കേസുകളിലെ ഇതിനെ സംബന്ധിച്ച കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. കാരണം ഈ കൃത്യം നടന്നിട്ടുള്ളത് അമ്പലപ്പുഴ സ്റ്റേഷൻ പരിധിയിലാണ്. അതുകൊണ്ട് തന്നെ കൈമാറേണ്ടതുണ്ട്. അമ്പലപ്പുഴയിൽ നിന്നുള്ള അന്വേഷണ സംഘമാണ് അത് പരിശോധിക്കുകയും ചെയ്യേണ്ടത്. ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇനി ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുക. എന്തായാലും പെട്ടെന്ന് ഉള്ള ഒരു പ്രകോപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് പോയതെന്നാണ് പ്രതി ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. രാത്രിയിൽ ആ പ്ലെയർ കൊണ്ട് അടിക്കുന്ന ഒരു സാഹചര്യം മറ്റൊരാളുടെ ഫോൺ വന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിൽ മറ്റൊരു ആൺസുഹൃത്തിന്റെ കോളാണ് വന്നത്. അവിടെ ഉണ്ടായ ഒരു തർക്കമാണ് കൊലപാതകത്തിൽ നയിച്ചെന്നുള്ള പോലീസ് അത് പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല. മറ്റെന്തെങ്കിലും സഹായമോ അല്ലെങ്കിൽ കൃത്യമായി ഇവിടേക്ക് വിളിച്ചു വരുത്തി ഒരു കൊലപ്പെടുത്താനുള്ള ശ്രമവും മറ്റൊന്നും നടന്നിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷണ സംഘം പരിശോധിക്കും. എല്ലാ ഭാഗങ്ങളും അവർ ഇഴകീറി പരിശോധിച്ചതിന് ശേഷം മാത്രമേ കൃത്യമായ ഒരു ഫൈൻഡിങ്സിലേക്ക് എത്തുകയുള്ളൂ. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി ആദ്യം ബോഡി കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. അതിപ്പോൾ വിജയകരമായി തന്നെ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞു. വലിയ ശ്രമകരമായ ദൌത്യങ്ങളിലേക്ക് പോകാതെ തന്നെ അവർ കൃത്യമായ ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തിനാണ് ഇത്തരമൊരു മൃതദേഹത്തിൽ സ്വർണം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ എഫ്ഐആർ അടക്കം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ മറ്റ് സ്വർണം അപഹരിക്കലാണോ അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ആദ്യ കടമ്പ പോലീസ് കഴിഞ്ഞിരിക്കുന്നു. അവർ ആ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അത് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റുകയാണ്. ടോം, വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റിയിരിക്കുന്നു. വേറെ നടുക്കമുണ്ടാക്കുന്ന വാർത്തയായിരുന്നു ആലപ്പുഴ അമ്പലപ്പുഴയിൽ നിന്നും രാവിലെ വന്നത്. കരുനാഗപ്പള്ളി സ്വദേശിനിയായ വിജയലക്ഷ്മിയെ സുഹൃത്ത് ജയചന്ദ്രൻ കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചു മൂടിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇത് മറ്റൊരു ബന്ധം ഈ വിജയലക്ഷ്മിക്ക് ഉണ്ടായിരുന്നു. ഈ സംശയമാണ് കൊലപാതകത്തിലേക്ക് വഴിവെച്ചതെന്നും പോലീസ് പറയുന്നു.